Hi everyone, my name is Harsha and welcome back. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ദീപിക പാദുക്കോൺ ഓസ്കേഴ്സിൽ ചെയ്ത മേക്കപ്പ് ലുക്കാണ് റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു ഭയങ്കര ഈസി മേക്കപ്പ് ലുക്കാണ്. നമുക്കിത് ഏതൊരു ഫംഗ്ഷനും എങ്ങനെയും യൂസ് ചെയ്യാം. ഭയങ്കര ഈസിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് തന്നെ പ്രൈം ചെയ്യണം. ഓക്കെ, പ്രൈമറിന് വേണ്ടിയിട്ട് പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ബ്ലർ പെർഫെക്റ്റിംഗ് പ്രൈമറാണ് എടുക്കുന്നത്. അത് ജസ്റ്റ് എനിക്ക് പോർസൊക്കെ ഉള്ളിടത്തും ആൻഡ് നമ്മുടെ ഫേസ് ഓയിലി ആവുമല്ലോ അവിടെയൊക്കെ ജസ്റ്റ് നന്നായിട്ട് അപ്ലൈ ചെയ്യണം. ബേസിക്കലി ഫോർ ഹെഡിൽ, ചീക്സിൻ്റെ സൈഡ്സിൽ, നോസിൽ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ദാറ്റ് ആ ഒരു ഓയിൽ ജസ്റ്റ് ഒന്ന് കൺട്രോൾ ആവാൻ വേണ്ടിയിട്ട്. ഇനി ഒരു ഫുൾ കവറേജ് ഫൗണ്ടേഷനാണ് എടുക്കുന്നത്. കാരണം നമ്മളൊരു പാർട്ടി വെയർ മേക്കപ്പ് ലുക്ക്, നമുക്കിതൊരു കോക്ടെയിൽ മേക്കപ്പ് ലുക്കായിട്ട് അല്ലെങ്കിൽ റിസപ്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു പാർട്ടി മേക്കപ്പ് അല്ലെങ്കിൽ ഒരു വെഡിങ് മേക്കപ്പ് ഒക്കെ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കാണ് കേട്ടോ. അപ്പോൾ ഫൗണ്ടേഷൻ്റെ ബ്ലെൻഡിങ്ങിൻ്റെ പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ ഈ പ്രാവശ്യം ഭയങ്കര കെയർഫുള്ളിയാണ് എന്തോ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യുന്നത്, ഭയങ്കര സ്ലോ ആയിട്ടും സ്റ്റഡി ആയിട്ടും ഒക്കെ. നല്ലൊരു ഫുൾ കവറേജ് ഫൗണ്ടേഷനാണ് ഇത്. മേബിലിൻ്റെ 24 hour സൂപ്പർ സ്റ്റേ ഫൗണ്ടേഷനാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഫുള്ള് ഫേസിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് കൺസീലറാണ് അപ്ലൈ ചെയ്യുന്നത്. ലൈറ്റനിങ് കൺസീലറാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഫേസ് ഒന്ന് ലൈറ്റൻ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഐസിലും ജസ്റ്റ് ചീക്സിന് ഒരു ഡയമെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ചീക്സിലും മൗത്തിൻ്റെ സൈഡ്സിലായിട്ടും ബ്രിഡ്ജ് ഓഫ് ദ നോസിലും ആൻഡ് ഫോർ ഹെഡിലുമാണ് ഞാൻ കുറച്ച് ബ്രൈറ്റനിങ് എഫക്റ്റിന് വേണ്ടിയിട്ട് കൺസീലർ അപ്ലൈ ചെയ്യുന്നത്. കൺസീലർ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മേക്കപ്പ് ലുക്ക് ഞാൻ എന്താ പറയുക, ദീപിക പാദുക്കോണിനെ പോലെ തന്നെ ആക്കണം എന്ന് വിചാരിച്ചിട്ടല്ല, പക്ഷെ നല്ലൊരു വെയറബിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കുമാണ് ആൻഡ് ഈസിയാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു മേക്കപ്പ് ലുക്ക് റീക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഭയങ്കര ഈസിയാണ് ബേസിക്കലി ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ കൺസീലറിൻ്റെ ബ്ലെൻഡിങ് ഇവിടെ കഴിഞ്ഞു. ഞാൻ പൗഡർ പ്രൊഡക്റ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, സെറ്റിംഗ് പൗഡർ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ ഇതിൽ. ഐബ്രോസ് ഞാൻ ഓഫ് ക്യാമറ ഫിൽ ചെയ്തു. നെക്സ്റ്റ് ഞാനൊന്ന് കോണ്ടോർ ചെയ്യാണ്. ക്രീം കോണ്ടോറാണ് ചെയ്യണത്. ഫേസിനൊരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്രിഡ്ജ് ഓഫ് ദ നോസിലും ഒക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കോണ്ടോർ ചെയ്തിട്ട് ചിക്സിനൊക്കെ ഒരു ഷേപ്പ് കിട്ടും. അപ്പം മേക്കപ്പ് ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര ബ്ലാ ആയിട്ട് തോന്നില്ല, കുറച്ചൊരു ഷേപ്പൊക്കെ കിട്ടും നമ്മുടെ ഫേസിന്. അപ്പം നമ്മൾ നോസൊക്കെ കോൺട്രോൾ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. നെക്സ്റ്റ് ഞാനിവിടെ ഹൈലൈറ്ററും ബ്ലഷാണ് ഉപയോഗിക്കുന്നത്. സ്വിസ് ബ്യൂട്ടിയുടെ രണ്ടും കൂടി ഉള്ളതുകൊണ്ടാണ്. അപ്പം നല്ലൊരു ഫ്ലഷ്ഡ് ലുക്ക് നമുക്ക് ഇവിടെ കിട്ടും. ദീപിക പാദുക്കോൺ ഒരുപാടൊന്നും ബ്ലഷ് യൂസ് ചെയ്തിട്ടില്ല, ബട്ട് സ്റ്റിൽ ഐ മേക്കപ്പിന് വേണ്ടിയിട്ട് ഈ ഒരു പാലറ്റിൽ നിന്ന് 2 ഷെയ്ഡ് ഞാനിപ്പോൾ കാണിക്കുന്നുണ്ടല്ലോ, ഈ ഒരു 2 ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ടാൻ കളർ, ഒരു എന്താ പറയുക, ഒരു ടെറക്കോട്ട കളർ ആക്കി എടുത്തിട്ടാണ് ഞാൻ ഫുൾ ലിഡ്സിൽ അപ്ലൈ ചെയ്യുന്നത്. ഈ ഒരു സിംഗിൾ ഐ ഷാഡോ മാത്രമേ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളൂ കേട്ടോ, അത്ര മാത്രമേ ഉള്ളൂ. അത് നന്നായിട്ടൊന്ന് ഐലിഡ്സിൽ അപ്ലൈ ചെയ്യുക, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക, ക്രീസ് ഒന്നും ചെയ്യാണ്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ഐലൈനറാണ് അപ്ലൈ ചെയ്യുന്നത്. നല്ലൊരു പെർഫെക്റ്റ് വിങ്ഡ് ലൈനറാണ് ഇവിടെ ദീപിക പാദുക്കോൺ ചെയ്തേക്കുന്നത്. നല്ല അടിപൊളി ഒരു തിക്കായിട്ടുള്ള വിങ് ലൈനർ. ഈ പ്രാവശ്യം എനിക്കെന്തോ വിങ് ലൈനറും കറക്റ്റായിട്ട് വന്നു. വിങ് ലൈനറും കൂടെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാക്കണ്ടില്ലേ, പെർഫെക്റ്റ്. നെക്സ്റ്റ് നമ്മൾ ലോവർ ലാഷസിൽ നമ്മൾ ഐലിഡ്സിൽ അപ്ലൈ ചെയ്ത് സെയിം ആ ഒരു ഷെയ്ഡ് തന്നെ ലോവർ വാട്ടർ ലൈനിലും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കാജലൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നല്ല മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ദീപിക പാദുക്കോൺ എന്താ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ലോവർ ലാഷസിലും നല്ല തിക്കായിട്ട് തന്നെ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് എടുത്തറിയുന്നുമുണ്ട്.
നെക്സ്റ്റ് 2 കോമ്പിനേഷൻ്റെ ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്തേക്കുന്നത്, നൈക്ക ആൻഡ് കളർ ബാർ. ഈ ഒരു രണ്ടും മിക്സ് ചെയ്തപ്പോഴത്തേക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ദീപിക പദുകോൺ ഏതാണോ എക്സാക്ട് ലിപ് ഷെയ്ഡ് ഇട്ടേക്കുന്നത് അതിൻ്റെ പെർഫെക്റ്റ് മാച്ചാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ലിപ്സ്റ്റിക്കും കൂടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മേക്കപ്പ് ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആവും. ആൻഡ് ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് ഞാൻ ഓഫ് ക്യാമറ തന്നെയാണ് ചെയ്തത്. സൈഡ് പാർട്ടീഷൻ എടുത്തിട്ട് കുറച്ച് സൈഡിലോട്ട് ആക്കിയിട്ട് ആൻഡ് ബാക്കിലൊരു ബൺ കെട്ടി വയ്ക്കാം സിമ്പിളായിട്ട്. ആൻഡ് കുറച്ചൊരു പഫി ആക്കി വെച്ചിട്ടാണ് നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം ഫൈനൽ ലുക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഇനി ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. സോ ദീപിക പദുക്കോൺ കാർട്ടിയറിൻ്റെ ഒരു നെക്ക് പീസാണ് ഇട്ടിരുന്നത്, ബട്ട് എൻ്റെ ഒബിയസ്ലി നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഞാൻ ഈ ഒരു സെറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. ഇയറിങ്സ് ഇട്ടിട്ടില്ല. അടിപൊളി വിയറബിൾ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരെയും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ്. ബൈ.